ഹായ് ഗായ്സ്, ഐ നോ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. സോ ഹിയർ ദ സെക്കൻഡ് പാർട്ട് അബൌട്ട് Hourglass body type. First of all, thank you for everyone for such an overwhelming response. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. സോ പാർട്ട് 1 വീഡിയോ കാണാത്തവർ ഡെഫിനറ്റ്ലി അത് വാച്ച് ചെയ്യുക. ഞാൻ അതിവിടെ ടാഗ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദി നെക്ക് ലൈൻസ് ദാറ്റ് സ്യൂട്ട്സ് ദി Hourglass body type. ഓൾസോ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സിനെ പറ്റിയിട്ട്. Hourglass body ടൈപ്പിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ഓപ്ഷൻ ആണ് വി നെക്ക് ലൈൻസ് ഓർ ഡീപ് വി നെക്ക് ലൈൻ. നിങ്ങളൊരു ബോട്ട് നെക്ക് ലൈൻ ഒക്കെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചിരുന്നാൽ നമ്മുടെ അപ്പർ പോർഷനിന്റെ ഒരു പ്രൊപ്പോർഷൻസിനെ അത് റൂയിൻ ചെയ്യും. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ഒരു എന്താ പറയാ Hourglass ബോഡി ടൈപ്പിന്റെ പ്രൊപ്പോർഷൻസ് കംപ്ലീറ്റ്ലി അത് പോകും. നിങ്ങൾ വി നെക്ക് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വി നെക്ക് നമ്മളുടെ നാച്ചുറൽ പ്രൊപ്പോർഷൻസിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യും. ഓൾസോ നിങ്ങൾക്ക് ഒരു ബോൾഡ് ആൻഡ് ബ്രൈഡൽ ലുക്ക് ആണ് വേണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ deep V-neck. സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു നെക്ക് ലൈൻ ആണ് അല്ലെ. സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രിൻസസ് വൈബ് ഒക്കെ ആണല്ലേ തോന്നാറുള്ളത്. നിങ്ങൾക്കൊരു ഫെമിനിൻ ക്യൂട്ട് ആൻഡ് പ്രിൻസസ് വൈബ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദി സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻ. സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻസ് വർക്ക് ബെസ്റ്റ് ഫോർ ദി Hourglass body type because it follows the natural curves of the body. വി നെക്ക് ലൈൻ പോലെ തന്നെ Hourglass ബോഡി ടൈപ്പിന് വർക്ക്ഔട്ട് ആവുന്ന ഒരു നെക്ക് ലൈൻ ആണ് സ്കൂപ്പ് നെക്ക് ലൈൻ. നമ്മൾ ഈ ഒരു ടേമായിട്ട് അത്ര ഫെമിലിയർ അല്ല. ഈ ഒരു നെക്ക് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു ആൻ റൗണ്ട് നെക്ക് ലൈൻ. അത് ഒരുപാട് ഡീപ്പും അല്ല, എന്നാൽ ഒരുപാട് എന്താ പറയാ ക്ലോസ്ഡും അല്ലാത്ത ഒരു നെക്ക് ലൈൻ പാറ്റേൺ ആണ് സ്കൂപ്പ് നെക്ക് ലൈൻ. സോ സ്കൂപ്പ് നെക്ക് ലൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സേഫസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് ഒരു മിനിമൽ ബ്രൈഡൽ ലുക്ക് ഒക്കെ ഓപ്റ്റ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദി സ്കൂപ്പ് നെക്ക് ലൈൻ. കുറച്ചു മുന്നേ ബോട്ട് നെക്ക് ലൈൻ നമ്മുടെ ബസ്റ്റിന് കുറച്ചുകൂടെ ബൾക്കിയർ ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓഫ് ഷോൾഡർ എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്നല്ലേ. ബോട്ട് നെക്ക് ലൈൻ നമ്മുടെ ഷോൾഡർ ലൈനിലാണ് വരുന്നത്. അപ്പോൾ അത് നാച്ചുറലി നമ്മുടെ അപ്പർ ബോഡിക്ക് കുറച്ചുകൂടി ബൾക്കിയർ ആക്കും. പക്ഷെ ഓഫ് ഷോൾഡർ അങ്ങനെയല്ല, അത് നമ്മുടെ ഷോൾഡർ ലൈനിന്റെ താഴെയാണ് വരുന്നത്. സോ നമ്മുടെ കോളർ ബോൺസ് ഒക്കെ വിസിബിൾ ആയിരിക്കും. നെക്ക് പോർഷൻ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് വരുന്നത് കൊണ്ട് Hourglass ബോഡി ടൈപ്പിന്റെ നാച്ചുറൽ പ്രൊപ്പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യും. ദീസ് ആർ ദ നെക്ക് ലൈൻസ് ദാറ്റ് ഫ്ലാറ്റേഴ്സ് Hourglass ബോഡി ടൈപ്പ്. ഇനി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് നെക്ക് ലൈൻസ് ഏതാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഹൈ നെക്ക്, ക്ലോസ് നെക്ക്, ഹെവി കോളേർഡ് വർക്ക് ഒക്കെ വരുന്ന നെക്ക് ലൈൻസ് നമ്മുടെ അപ്പർ ബോഡിയെ കുറച്ചുകൂടി ബൾക്കിയർ ആക്കും. ആ ബൾക്കിനെസ് എന്ത് ചെയ്യും? നമ്മുടെ നാച്ചുറൽ പ്രൊപ്പോർഷൻസിനെ ഇല്ലാണ്ടാക്കും. ഇനി അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കോമൺ മിസ്റ്റേക്സ് എന്താണെന്ന് കൂടി നോക്കാം. നോട്ട് ചൂസിങ് ദി പ്രോപ്പർ സൈസ്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ സൈസ് സ്മോൾ ആണെങ്കിൽ പോലും ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നെക്ക് സൈസ് എടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഗൗൺസിലും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോണ റൂയിൻ യുവർ ഫിറ്റിംഗ്സ്. നെക്സ്റ്റ് വൺ ഈസ് ടു മച്ച് വോളിയം എവറിവെയർ. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ചില ഗൗൺസിലൊക്കെ കാണാറുണ്ട് യോക്ക് പോർഷനിൽ കംപ്ലീറ്റ്ലി നല്ല ഹെവി വർക്ക് വന്നിട്ട് താഴോട്ട് ഒരു ഫ്ലെയർ പോർഷനിൽ ആ വർക്ക് ഇല്ലാതെ വരുന്നത് അല്ലേ. അതെന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു രണ്ട് ബോഡി ടൈപ്പിനെയും, അതായത് രണ്ട് അപ്പർ ടോർസോന്റെയും ലോവർ ടോർസോന്റെയും പ്രൊപ്പോർഷൻസ് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കും. സോ നമ്മൾ എപ്പോഴും Hourglass ബോഡി ടൈപ്പ് വരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു സെയിം പ്രൊപ്പോർഷൻസ് ഓഫ് വർക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഇഗ്നോറിംഗ് ദ വേസ്റ്റ് ലൈൻ. Hourglass ബോഡി ടൈപ്പിന്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നാരോയസ്റ്റ് വേസ്റ്റ് ലൈൻ ആണ്. സോ വേസ്റ്റ് ലൈൻ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഗൗൺസ് ചൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് Hourglass ബോഡി ടൈപ്പ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എപ്പോഴും ശ്രദ്ധിക്കുക, യു ഗൈസ് ഹാവ് എ ബാലൻസ്ഡ് ബോഡി പ്രൊപ്പോർഷൻ. സോ അത് കീപ്പ് അപ്പ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഗൗൺസ് ചൂസ് ചെയ്യുക. Hourglass ബോഡി ടൈപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ബിലോ. ആൻഡ് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. Please don't forget to like, share and subscribe, and also do follow us on Facebook and Instagram. We'll be coming with another video soon. Till then, bye bye.